യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഈ സഹോദരന് നമ്മുടെ പത്തനംതിട്ട ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് അത്ഭുത രോഗശാന്തി കിട്ടിയതാണ്. ഈ മകൻ്റെ വൈഫിൻ്റെ വീട് ഈ ഇടവകയാണോ? ഈ ഇടവകയാണ്. അപ്പോൾ കർത്താവിനെ മുഖത്തപ്പെടുത്താൻ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അജീഷ് തോമസ്. ബ്രദർ പറഞ്ഞ പോലെ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. വൈഫിൻ്റെ വീട് ഈ ഇടവകയിൽ. ആക്ച്വലി ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുകയൊക്കെ ഒത്തിരി ചെയ്യുമായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വയറിനൊരു ചെറിയ ഒരു വേദന തുടങ്ങിയത്, ഈ വലതുവശത്തായിട്ട്. അപ്പം അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകളും ഇവിടെ ആണെങ്കിൽ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ, പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റൽ, കാണാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല. എല്ലായിടത്തും കാണിച്ച് പല മരുന്നുകളും കഴിച്ചു, വേദന മാറുന്നില്ല. പിന്നെ വെളിയിൽ നിന്ന് ആഹാരം കഴിച്ച ഉടനെ വയറ്റിൽ നിന്ന് ബ്ലഡ് വരും. അങ്ങനെ ഇഷ്യൂസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം സാബു ബ്രദറിൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് സാബു ബ്രദർ ചെവിയില്ലാത്തവർക്ക് ചെവി കേൾക്കുന്നതും അങ്ങനെ കൈ ഷോൾഡറൊക്കെ ഊരിപ്പോകുന്നത് സൗഖ്യം നൽകുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു, ദൈവമേ അപ്പോൾ ഈ ധ്യാനം കഴിയുന്നതോടെ എനിക്കൂടി ഒരു സൗഖ്യം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ആ ദിവസം തന്നെ ഞാൻ ഒരു ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് കൗൺസിലിങ്ങും കൂടി. അന്നത്തെ രാത്രിയാണ് എനിക്ക് സൗഖ്യം കിട്ടുന്നത്. അപ്പോൾ അന്ന് ബ്രദർ പറഞ്ഞു, ഇവിടെ ആർക്കോ ദൈവം വയറിൻ്റെ വലതുവശത്തായിട്ട് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഞാനാണോ ഇല്ലയോ എന്നിങ്ങനെ ഞാനിങ്ങനെ തപ്പി നോക്കി. അപ്പോൾ എനിക്ക് പിന്നെ നോക്കിയപ്പോൾ വേദനയൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച അന്ന് സൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം. അങ്ങനെ ഞാൻ കൈ പൊക്കിയപ്പോൾ സഹബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും ഈ വേദന വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിച്ച് വീട്ടിൽ പോയി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഒരു വിശ്വാസം വരുന്നില്ല എൻ്റെ ഈ വേദന മാറിയെന്ന്. കാരണം പല ആശുപത്രിയിലും പോയിട്ടും മരുന്ന് കഴിച്ചിട്ട് ഈ അസുഖം മാറിയെന്ന് പറഞ്ഞപ്പം ആർക്കും വിശ്വാസം വരുന്നില്ല. പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞു, ഇപ്പോൾ ഇനി ഈ ഇടവകയിൽ സൗഹൃദൻ്റെ ധ്യാനം വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഈ ഒരു വർഷക്കാലം വരെ എനിക്ക് ഇങ്ങനൊന്നും വരത്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുവരെ എനിക്ക് ആ വേദനയും വന്നിട്ടില്ല. എനിക്ക് ആഹാരം എന്ത് വേണമെങ്കിലും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. എല്ലാ രീതിയിലും ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യമായിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, യേശുവിൻ്റെ എത്രയോ വലിയ സ്നേഹമാണ് ഈ മകന്. നാളുകളായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ച 10 വർഷമായിട്ട് അനുഭവിച്ച വയറ്റിലെ വേദനയാണ് പത്തനംതിട്ട ബൈബിൾ കൺവെൻഷനിൽ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു കൈയടി ഈശോയ്ക്ക് കൊടുക്കാം. ഹല്ലേലൂയ. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. യേശു ഇന്ന് ജീവിക്കുന്നു. അവൻ സർവശക്തനാണ്. അവനാണ് മാനവരാശിയുടെ ഏകരക്ഷകൻ, സത്യദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എന്തിനാണ് ദൈവം എൻ്റെ ഇതിന് അനുവദിച്ചത്? എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്? നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന എല്ലാവരും സഹനങ്ങളിലൂടെ കടന്നുപോയേ മതിയാവത്തുള്ളൂ. ആര്
മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നു, അവർ സഹനങ്ങളിലൂടെ കടന്നു പോകും. കാരണം 2 കാരണമുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. മറ്റൊന്ന്, പാപം ഈ ഭൂമിയിലുണ്ട്. പിശാച് തിന്മ പ്രവർത്തിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും തകർച്ചകളും വേദനകളും മരണങ്ങളും അപകടങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ 2 കാരണം ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടത്തില്ല. ലോകത്തിൻ്റെ അവസാന ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് വരെ ഈ ഭൂമിയിൽ മനുഷ്യ മക്കൾക്ക് സഹനമുണ്ടാകും, രോഗമുണ്ടാകും, തകർച്ച ഉണ്ടാവും, മരണമുണ്ടാവും, കിടപ്പുരോഗങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കണ്ടു, ഈ രോഗികളൊക്കെ ഇവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയ സാക്ഷ്യം പറഞ്ഞു. 10 വർഷമായിട്ട് വയറ്റിൽ വേദന അനുഭവിച്ച മകൻ വചനം കേട്ടു, വിശ്വാസത്തിലേക്ക് വന്നു, കർത്താവ് ആ മകനെ സൗഖ്യമാക്കി. ആ വ്യക്തി അനുഭവിച്ച സഹനങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറിയോ? ഇതേ വർഷം 1 കഴിഞ്ഞു, പിന്നീട് വയറ്റിൽ വേദന ഉണ്ടായിട്ടില്ല. അനേക ഡോക്ടർമാർ ചികിത്സ ചെയ്ത. അപ്പോൾ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ആ വ്യക്തി കൺവെൻഷൻ കൂടിയത് പത്തനംതിട്ടയാണെന്ന് മനസ്സിലാക്കണം. പത്തനംതിട്ട കൺവെൻഷൻ കൂടി സൗഖ്യപ്പെട്ട വ്യക്തിയാണ് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. ആ ഒരു വ്യക്തിയിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെട്ടു. അപ്പോൾ ഓരോ സഹനത്തിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നത് തിരിച്ചറിയുക. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. കരമുയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്നായി സ്തുതിച്ചേ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി വിളിക്കാമോ? നന്നായി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെ, വേദനകളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ ഓർത്ത് യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കാമോ? കരമുയർത്തിയടിച്ചേ ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒത്തിരി പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, ശാരീരിക ക്ഷതമൊക്കെ ഏറ്റുവാങ്ങി കർത്താവിന് വേണ്ടി സഹിച്ച വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു. വളരെയധികം പീഡകൾ ഞങ്ങൾ സഹിച്ചു. ഫിലിപ്പിയിൽ വെച്ച് ഞങ്ങൾ അപമാനിക്കപ്പെട്ടു. ശാരീരികമായ പീഡകൾ സഹിച്ചു ഒരു വശം, ശരീരം ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ. അടുത്തതാണ് 2-ാമത്തെ കാര്യം പറയുന്നു, ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടു. അപമാനത്തിൻ്റെ സഹനം നമ്മൾ അനുഭവിക്കുന്ന എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിലും ഹൃദയത്തിലുമാണ് അപമാനം ഏറ്റുവാങ്ങുന്നതിൻ്റെ സഹനം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ സഹനം ശരീരത്തിനുമുണ്ട്, മനസ്സിനുമുണ്ട്. ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ മനസ്സ് സഹനം ഏറ്റുവാങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ മുഖത്തെ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാം, എന്താ ഒരു സങ്കടം? അതിനപ്പുറത്തേക്ക് ആ വ്യക്തി ഉള്ളിൽ അനുഭവിക്കുന്ന സഹനം നമുക്കറിയാൻ പറ്റുമെന്ന് വരത്തില്ല. പക്ഷേ ശരീരത്തിൽ ഇപ്പം കൈ ഒടിഞ്ഞൊരു വ്യക്തി പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വരികയാണെന്ന് നമുക്കറിയാം. കൈ ഒടിഞ്ഞതാണ്, ആ കൈക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അത് ശരീരത്തിൻ്റെ സഹനം. പക്ഷേ ശരീരത്തിൻ്റെ സഹനത്തെക്കാളും ശക്തമാണ്, രൂക്ഷമാണ് മനസ്സ് ഏറ്റുവാങ്ങുന്ന മുറിവുകളും മനസ്സ് ഏറ്റുവാങ്ങുന്ന സഹനങ്ങളും. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഓസ്ട്രേലിയയിൽ ധ്യാനം നടത്തുകയാണ്. അവിടെ 4 കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ബ്രദറിനോട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ആ മകന് അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇവർ 3 ആൺമക്കൾ. 3 ആൺമക്കളേ ഉള്ളൂ, അപ്പനും അമ്മയും മാത്രം. ഒരു സഹോദരൻ UK-യിലാണ്, ഒരു സഹോദരൻ അയർലൻഡിൽ,
ഒരാൾ ഓസ്ട്രേലിയയിൽ, 3 ആൺമക്കൾ. ആ സഹോദരൻ പറയുകയാണ്, ബ്രദറെ, എൻ്റെ കുടുംബത്തിലെ ചില വേദനകളും സങ്കടങ്ങളുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. ആ മകന് വീട്ടിലെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കാര്യം പറയുകയാണ്. പറഞ്ഞു, എൻ്റെ അമ്മ വീണ് ഇടുപ്പല്ല് പൊട്ടി കാലിൻ്റെ അസ്ഥി ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അമ്മ കിടക്കുകയാണ്. അപ്പച്ചൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പച്ചനാണ് അമ്മയെ നോക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. ഏതൊരു ചേച്ചി പകൽ വന്ന് അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ട് പോകും. പിന്നെ അപ്പച്ചനാണ് അമ്മയെ നോക്കുന്നത്. ഇത് പറയുകയും ഈ മകൻ എൻ്റെ മുൻപിൽ പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചു, എന്താ സങ്കടപ്പെട്ട് കരയുന്നത്, എന്താ കാര്യം എന്താ? ആ മകൻ ഹൃദയഭാരമെല്ലാം തുറന്നു വെക്കുകയാണ്. ആ മകൻ പങ്കുവെച്ച ഹൃദയസ്പർശിയായ ചരിത്രം ഇതാ. ഹൃദയത്തെ, നമ്മുടെയൊക്കെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു കണ്ണുനീരിൻ്റെ അനുഭവം. ആ മകൻ പറയുകയാണ്, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടത് മാനസിക രോഗിയായ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയാണ്. ബഹളം വെക്കും, ഒച്ച വെക്കും, അപ്പനെ തല്ലും, വലിയ ബഹളം വെക്കുന്ന ഒരമ്മ, മാനസിക രോഗിയായ ഒരമ്മയാണ് എൻ്റെ അമ്മ. ഞങ്ങൾ 3 ആൺമക്കളുണ്ടായി. ഞാൻ ഉടനെ ചോദിച്ചു, വിവാഹത്തിന് മുൻപ് അമ്മ മാനസിക രോഗിയാണ് എന്നുള്ള കാര്യം അപ്പച്ചൻ അറിയാമായിരുന്നു? ഉടനെ പറഞ്ഞു, അതേക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ വിവാഹത്തിന് ശേഷമാണ് അമ്മയ്ക്ക് മാനസിക രോഗമൊക്കെ വളരെ കൂടിയത്. ഒരു പക്ഷേ അതിനു മുമ്പ് രോഗം ഉണ്ടായിരുന്നായിരിക്കാം. അപ്പച്ചനൊന്നും ചോദിച്ചിട്ടില്ല അമ്മയോടും അമ്മയുടെ വീട്ടുകാരോടും. ആ മകൻ പറയുക, മാനസിക രോഗിയായ എൻ്റെ അമ്മയെ സ്നേഹിച്ചു, എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് വർഷങ്ങളായിട്ട് എൻ്റെ അപ്പച്ചനാ എൻ്റെ അമ്മയെ കൊണ്ടു നടക്കുന്നത്. ആ മകൻ പറയുക, അമ്മ കുളിപ്പിച്ചതോ അമ്മ ഭക്ഷണം പൊതിഞ്ഞു കെട്ടി തന്നതോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഞങ്ങളെ കുളിപ്പിച്ചതും ഞങ്ങളെ സ്നേഹിച്ചതും ഞങ്ങളെ വളർത്തിയതൊക്കെ ഞങ്ങളുടെ അപ്പച്ചനാണ്. മാനസിക രോഗിയായ എൻ്റെ അമ്മയെ ഒരിക്കൽ പോലും വഴക്ക് പറയുന്നതോ ഉപദ്രവിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ മുതിർന്നു വലുതായി. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അപ്പൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെ സഹിക്കുന്നവരുണ്ട്. ഇത്രമാത്രം സഹിച്ചിട്ടും ഒരിക്കലും ദൈവത്തെ പഠിക്കാത്ത ഒരു മനുഷ്യൻ. ആ മകൻ പറയുക, എൻ്റെ അപ്പൻ നല്ല ദൈവവിശ്വാസിയാ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന മോനാ. ഒരിക്കൽ പോലും എൻ്റെ അപ്പൻ ദൈവത്തെ പഠിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എന്നെ കുളിപ്പിച്ചതും വസ്ത്രം ഇടിവിച്ചതും സ്കൂളിൽ വിടാനായിട്ട് ഡ്രസ്സൊക്കെ ഒരുക്കി ഇട്ട് ബസ് കയറ്റിവിട്ടിരുന്ന അപ്പനാ. ചില ദിവസങ്ങളൊക്കെ അമ്മ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് സഡേഷന, മയക്കത്തില, വലിയ അക്രമ സ്വഭാവമൊക്കെ ചിലപ്പം അമ്മ കാണിക്കുമായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇത്രമാത്രം മാനസിക രോഗിയായ ഒരു മകളെ ഭാര്യയായി കിട്ടിയിട്ട് ഉപേക്ഷിക്കാതെ ജീവിതം മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് നടന്ന ഒരപ്പൻ. ഈ മകൻ പറയുക, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണ്. ഒരു മകൻ അപ്പനെ കുറിച്ച് പറയുക, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകനത് പറയണമെങ്കിൽ ആ കുടുംബത്തിലെ അപ്പൻ അനുഭവിച്ച സഹനങ്ങളും ആ കുടുംബത്തിൻ്റെ വേദനകളും നമുക്കൊന്ന് ചിന്തിക്കാം. കുടുംബങ്ങളിൽ സഹനമുണ്ട്, വ്യക്തി ജീവിതത്തിൽ സഹനമുണ്ട്. ഇവിടുത്തെ രോഗികളായിട്ടുള്ളവർ കിടക്കുന്നു. ദൈവം ഈ സഹനം അനുവദിച്ചു. ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? ഇവരൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ട് ഇവർ സ്വർഗത്തിലെത്തുക എന്നുള്ള. ഇവരാരും ഇനി ഓടിച്ചാടി നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ തുറന്നു പറയാമല്ലോ, ഇവർക്കൊക്കെ ഈ സഹനം ദൈവം അനുവദിച്ചത് ഇവരുടെ വിശുദ്ധീകരണവും ഇവരെയൊക്കെ യേശുവിൻ്റെ കൂടെ, അവൻ്റെ കൂടെ ഇരുത്താൻ വേണ്ടിയാണ് അവർക്ക് ഈ സഹനം അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹത്വമാ. ആത്യന്തികമായിട്ട് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ കർത്താവ് സഹനം അനുവദിക്കുന്നത്. ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല എൻ്റെ നിങ്ങളുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങളും നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മുടെ നന്മയ്ക്കും
ഈശോയ്ക്കൊരാഗ്രഹമുണ്ട്, ഞാനും നിങ്ങളും എന്നും ഈശോയുടെ കൂടെ സ്വർഗത്തിലായിരിക്കണമെന്ന്. അതിനുവേണ്ടിയാ ഈ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും തകർച്ചകളും പരാജയങ്ങളും കഷ്ടതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ യേശു അനുവദിക്കുന്നത്. കൂടുതൽ സ്നേഹിക്കുന്നവർക്കായിരിക്കാം ഒരുപക്ഷെ കർത്താവ് കൂടുതൽ സഹനങ്ങൾ അനുവദിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ആ വീട്ടിൽ പോയി അപ്പച്ചനും അമ്മച്ചിക്കുട്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എത്രയോ ഭാഗ്യമാണ്. വിവാഹ വാർഷികം 70ാമത്തെ വർഷം വിവാഹ വാർഷികം ആഘോഷിക്കുക. അപ്പച്ചന് 93 വയസ്സ്, അമ്മച്ചിക്ക് 86 വയസ്സ്. ലോനപ്പനും കുഞ്ഞനെയും ഞങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ അവരൊക്കെ ഇത്രയും പ്രായത്തിലുള്ള കുടുംബത്തിൻ്റെ സഹനങ്ങളിലൂടെയാണ് മക്കളെ വളർത്തിയതും വലുതാക്കിയതും തലമുറകളെ കണ്ടതുമൊക്കെ. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കഷ്ടത അനുവദിക്കുന്നുവെങ്കിൽ ആ കഷ്ടതയ്ക്കപ്പുറം ദൈവം നമുക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും നന്മയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു തർക്കമില്ല കാര്യത്തിൽ. യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, എന്നെ യേശു ഒത്തിരി കരുതുന്നു എന്നതിൻ്റെ അടയാളമാ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ മുഴുവൻ. ഇവിടെ ഈ കട്ടിൽ കിടക്കുന്ന ഓരോ രോഗിയും, ക്യാൻസർ ബാധിച്ചവരും കിഡ്നി പോയവരും മറ്റ് പല രോഗം ബാധിച്ചവരും ഇവിടെ ഇരിപ്പുണ്ട്. മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒന്നിനും കഴിയാത്തവർ. നമ്മൾ തിരിച്ചറിയണം, ഈ കിടക്കുന്ന രോഗികൾ യേശുക്രിസ്തുവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികളാ. ഒരു കുടുംബത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ, ഒരു വ്യക്തി സഹിക്കാനുണ്ടെങ്കിൽ, ആ വ്യക്തിയിലൂടെയാ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹവും കൃപയും ദൈവത്തിൻ്റെ കരുണയും ഒഴുകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്നവർ തിരിച്ചറിയണം. ഒരു കുടുംബത്തിൽ ഒരു കിടപ്പ് രോഗിയുണ്ടോ, ഒരു തീരാ രോഗിയുണ്ടോ, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടോ, ഒരു കിഡ്നി രോഗിയുണ്ടോ, ഉറപ്പാ ആ രോഗി ആ കുടുംബത്തിന് അനുഗ്രഹമാണ്. ആ രോഗിയുടെ സഹനത്തിലൂടെ ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സഹനത്തെ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. നമുക്ക് ഒരമ്മയുണ്ട്, നമ്മുടെ പെറ്റമ്മയുണ്ട്. അതുകൂടാതെ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സഹിച്ചില്ലേ? തൻ്റെ മകൻ്റെ പീഡാസഹനം മുഴുവൻ, മുറിവുകൾ മുഴുവൻ ഏറ്റുവാങ്ങുന്നത് കണ്ടുകൊണ്ട് അവസാനം കുരിശിൻ്റെ ചുവട് വരെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ഹൃദയം നിറയെ വേദന സഹിച്ച പരിശുദ്ധ അമ്മ സഹിക്കുന്നവർക്ക് ഒരു അമ്മയുണ്ട്, അത് പരിശുദ്ധ കന്യകാമറിയമാ. സഹിക്കുന്നവരെ നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്ക്. നിന്റെ സഹനങ്ങളിൽ ആശ്വാസം തരുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. അവിടെ സഹിക്കുന്നവര് കരയുന്നെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ കരയണം. സഹിക്കുന്നവര് അമ്മയുടെ കരങ്ങളെ മുറുകെ പിടിക്കണം. അമ്മ നിന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. നിന്റെ സഹനങ്ങളിൽ നീ തളർന്നു പോകാതെ നിന്നെ ബലപ്പെടുത്തുവാൻ ഒരു അമ്മയെ പോലെ സ്നേഹം തന്ന് നെഞ്ചോട് ചേർക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയം ഉണ്ടെന്നുള്ള സത്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കൊക്കെ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ബഹളം വെക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ല ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾ, വായിലൂടെ വെള്ളം ഒഴുകുന്ന കുഞ്ഞുങ്ങൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചിലർക്കൊരു അറപ്പും മടിയൊക്കെയാണ്. നമ്മുടെ ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ഇതുപോലെ ധാരാളം കുഞ്ഞുങ്ങളെ കൊണ്ടിരുന്നുണ്ട്. ഞാൻ അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്ഭുതമായിട്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യം നൽകിയിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ വരെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഴുത്തിന് ബലമില്ലാത്ത കുഞ്ഞുങ്ങൾ, നടക്കില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ കാല് ബലം പ്രാപിച്ചു നടന്ന അനുഭവങ്ങൾ കർത്താവ് തൊടും. ഓരോ സഹനത്തിൻ്റെ അപ്പുറവും വലിയൊരു അനുഗ്രഹം, വലിയ നന്മ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പറയുകയാണ്. ജിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് അത്ഭുത രോഗശാന്തി കിട്ടി. പിന്നെ നമ്മുടെ ടീമിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ അനുഭവം വളരെ ഹൃദയസ്പർശിയാണ്. അവൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. അവന് +2 കഴിഞ്ഞിട്ട് IT പഠിച്ചതാണ്. IT വിദ്യാഭ്യാസമേ ഉള്ളൂ. ഒരു പെങ്ങളുണ്ട്, അമ്മച്ചിയുണ്ട്. കുടുംബം ഒത്തിരി കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഇവൻ്റെ ചെറുപ്പം മുതൽ ഇവൻ്റെ ശരീരത്തിൽ സോറിയാസിസ് എന്ന രോഗമായിരുന്നു. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, ശരീരത്തിൽ വ്രണം കൊണ്ടായിട്ട് ചീഞ്ഞ് പഴുത്ത് ദുർഗന്ധം വമിക്കുന്നൊരു വല്ലാത്ത രോഗമാണ്. അങ്ങനെ ഒരു അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ദുർഗന്ധമാണ്. ഈ മകന് ആലപ്പുഴയിൽ ഒരു കമ്പനി ജോലി ചെയ്യാം.
ഇനി ഞാൻ അവൻ്റെ സാക്ഷ്യം പറയുക. അവനവിടെ കമ്പനി ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ ഇവർക്ക് 3 പേർക്ക് താമസിക്കാനായിട്ട് മുറികളാണ് കൊടുത്തിരിക്കുന്നത്, കമ്പനി ജോലിക്കാർക്ക് വേണ്ടി. ഒരു ദിവസം ഇവൻ കമ്പനിയിലെ ജോലി കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ ഇവൻ്റെ റൂമിൽ താമസിക്കുന്ന 2 പേരും മുറി വെക്കറ്റ് ചെയ്തിരിക്കുക. മുറി മാറി അവർ മുറിയിൽ നിന്ന് വേറെ മുറി താമസമായി. ഇതവന് വലിയ സങ്കടമായി. കാരണം ഇവൻ്റെ ശരീരത്തിൻ്റെ ഈ ദുർഗന്ധം, ഈ മണം, അത് മറ്റവർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ട് അവർ മാറുക. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവന് വലിയ സങ്കടമായി. ഇവൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. കൊച്ചു പയ്യനാണ് കേട്ടോ, 10-22 വയസ്സുള്ളൂ. അവനൊരു തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നില്ല, മരിക്കുക. അവൻ ധ്യാനമൊക്കെ പലത് കൂടിയതാ. അവൻ്റെ പ്രതീക്ഷയും വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ അമ്മച്ചിക്കൊരു എഴുത്തെഴുതി. അമ്മയ്ക്ക് എഴുതി, അമ്മേ ഞാൻ മടുത്തു ജീവിതം, ഞാൻ ആത്മഹത്യ ചെയ്യുക. എല്ലാം എഴുതി, ബ്ലേഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം വെച്ചിട്ട് എഴുത്തെല്ലാം എഴുതി വെച്ചിട്ട് എന്തിനാണെന്നറിയോ, ബാത്റൂമിൽ കയറി അവൻ്റെ തീരുമാനം. എന്നിട്ട് കാലിൻ്റെ കുതിഞ്ഞരമ്പ് കണ്ടിക്കുക, കൈ ഞരമ്പ് കണ്ടിക്കുക. എന്നിട്ട് ബാത്റൂമിൽ വെള്ളം തുറന്നു വിടുക, ബ്ലഡ് വാർന്നൊഴുകി മരിക്കാൻ തീരുമാനമെടുത്ത് എല്ലാം കത്തെല്ലാം എഴുതി ബ്ലേഡും ഒക്കെ വാങ്ങിച്ചു വെച്ച് ഇതെല്ലാം റെഡിയാക്കി കത്തെഴുതി തീർന്നപ്പോഴത്തേക്കും ഇവൻ്റെ ഫോൺ ബെല്ലടിക്കുക. ഫോൺ എടുത്തപ്പോൾ ഇവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അമ്മയോട് വർത്താനം പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ കോട്ടയത്ത് സാബു ആർതൊട്ടി എന്ന് പറയുന്നൊരു ബ്രദറിൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്, മോൻ ആ ധ്യാനത്തിന് പോയി ഒന്ന് പങ്കെടുക്കണം, ഈശോ നിനക്ക് സൗഖ്യം തരും. എൻ്റെ മോൻ ആ ധ്യാനത്തിന് പോകണം. നോക്കൂ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം. അവൻ അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ അതൊരു കർത്താവിൻ്റെ വിളിയായിട്ട് എന്തോ അവൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു. അപ്പോൾ തന്നെ ആ എഴുത്തവൻ വലിച്ചേറി കളഞ്ഞു, ബ്ലേഡ് കൊടുത്ത് കളഞ്ഞു. അമ്മ പറഞ്ഞാൽ ഈ ധ്യാനം കൂടെ കൂടിയിട്ടുള്ളൂ. അങ്ങനെ അവൻ കോട്ടയത്ത് നമ്മുടെ ധ്യാനത്തിന് വരിക. ഞായറാഴ്ച വന്നിട്ട് അവൻ എന്നെ കണ്ടു, ബ്രദറെ എൻ്റെ അവസ്ഥ ഇതാ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് സൗഖ്യം കിട്ടിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നെ കൊണ്ട് വയ്യ. കുടുംബത്തിലെ സാഹചര്യമൊക്കെ പറഞ്ഞു. അപ്പൻ മരിച്ചുപോയി, വീട്ടിൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, പ്രയാസം, IT പഠിച്ചു ഇവനാ, അതുകൊണ്ട് ആ കുടുംബം പലരുന്നു കഷ്ടപ്പാടൊക്കെ പറഞ്ഞവന്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, യേശു നിന്നെ തൊടുന്നു പറഞ്ഞു. ആ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം, തീരുന്ന ദിവസം, പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവൻ്റെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ ഒരു വലിയ ദൈവശക്തി ഈ മകൻ്റെ മേൽ ആവസിക്കുക. വലിയ ഒരു ദൈവശക്തി ഇവനിലൂടെ കടന്നുപോയിട്ട് ശരീരമൊക്കെ വിറച്ച് വയർത്ത് ശരീരമൊക്കെ തണുത്ത് ഇവനെ മരവിച്ചു. കർത്താവിൻ്റെ ശക്തി ഇറങ്ങിയതാ. അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ അവൻ, ബ്രദറെ അഭിഷേക പ്രാർത്ഥന എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായി, എൻ്റെ ശരീരമെല്ലാം തണുത്ത് വിറച്ച് മരയ്ക്കുന്ന അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞിട്ട് പോയി. പിറ്റേ മാസം ഇതേ ജിസ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നു. അവൻ്റെ ശരീരത്തെ സോറിയാസിസ് മുഴുവൻ അപ്രത്യക്ഷമായിരിക്കുന്നു, ഒറ്റ വ്രണങ്ങൾ പോലുമില്ല. അവൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു, പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. വർഷങ്ങളായിട്ട് ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച രോഗത്തെ കർത്താവ് ഏറ്റെടുത്തു. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. വർഷങ്ങളായിട്ട് അവൻ ഹൃദയത്തിൽ അനുഭവിച്ച സങ്കടം, വേദന, ദുഃഖം, സഹനം, പീഡനം, അപമാനം, മറ്റുള്ളവരാൽ ഏറ്റുവാങ്ങിയ തിരസ്കരണം, നൊമ്പരങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് യേശു അവനെ സൗഖ്യമാക്കുക. അധ്യാനം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത്ഭുതങ്ങൾ തീരുന്നില്ല, ഇനിയുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അവൻ സഹിച്ച സഹനത്തിന് മുഴുവൻ ദൈവം അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുയർത്തുന്ന അനുഭവമായി ഇനി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അവന് തീരുമാനമെടുത്തു. ആലപ്പുഴയിലെ ആ ജോലി അവൻ ഉപേക്ഷിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഞാൻ നടത്തുന്ന എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാനോട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നോട്ട് പോരാൻ പറഞ്ഞു. അവൻ പിന്നീട് നമ്മുടെ ധ്യാനത്തിന് വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ടീമങ്ങളോട് മധ്യസ്ഥ പ്രാർത്ഥിക്കുക അത്യാവശ്യം പ്രേക്ഷകരൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, കപ്പലിൽ ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ആണ്, ബ്രദർ എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നീ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ജയമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോളാനും പറഞ്ഞു. ഞാൻ ഫോണിലൂടെ ഞാനൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവന് ജയമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി ഇൻ്റർവ്യൂവിന് എറണാകുളത്ത് ചെന്നു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ഇവന് കാത്തിരിക്കുക. അവൻ ഇൻ്റർവ്യൂവിൻ്റെ പുറത്ത് കാത്തിരിക്കുമ്പോൾ ഇവൻ ജയമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നിരന്തരമായിട്ട്. തൊട്ടടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു പറയില്ല, എംടെക്കുകാരനാണ് തൊട്ടടുത്തിരിക്കുന്ന. ഒരു 100-ലധികം ആളുകൾ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു. എംടെക്കാരൻ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, തട്ടിപ്പോയെന്ന് പറഞ്ഞു. എംടെക്കാരൻ ഔട്ടായി. ഇവനാകെ IT വിദ്യാഭ്യാസം, ശരിക്കും ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ഉണ്ട് എല്ലാം കൂടെ ഫയലൊക്കെ അവരുടെ മുന്നേ വെച്ചു. അവിടെ ഇൻ്റർവ്യൂ ബോർഡ് സായിപ്പും പിന്നെ ആരാണ്ടൊക്കെ ഉണ്ട്. 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഇവൻ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, തട്ടിപ്പോയെന്ന് പറഞ്ഞു. എംടെക്കാരൻ ഔട്ടായി. ഇവനാകെ IT വിദ്യാഭ്യാസം, ശരിക്കും ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ഉണ്ട് എല്ലാം കൂടെ ഫയലൊക്കെ അവരുടെ മുന്നേ വെച്ചു.
അവർ ഉദ്യോഗസ്ഥന്മാർ ഇവനോട് ഏണ്ടൊക്കെ ചോദിച്ചു. ഇവൻ അറിയാവുന്നതിലൊക്കെ മറുപടിയൊക്കെ പറഞ്ഞു. എന്തോ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അവനെ ജോലിക്കായിട്ട്, കപ്പലിൽ ജോലിക്കായിട്ട് അവരെ തിരഞ്ഞെടുക്കുക. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മുഖത്തപ്പെടുത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. കപ്പലിൽ അവൻ ജോലി കിട്ടി. ഏതാനും മാസം മുമ്പ് അവൻ എന്നെ വിളിക്കുമ്പോൾ ഫ്ലോറിഡയില, അമേരിക്കയില. ഇന്ന് ലോകരാജ്യങ്ങളിൽ കപ്പലിൽ അവൻ ജോലി ചെയ്ത് കിടങ്ങുക. വിവാഹം കഴിച്ചു. 2 കുഞ്ഞുങ്ങൾ വീടില്ലായിരുന്നു. മനോഹരമായ വീട്, സ്ഥലം കൊടുത്തു. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു. കുടുംബത്തെ മുഴുവൻ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തിയെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയണം, സഹനത്തിൻ്റെ അപ്പുറം കർത്താവ് അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിൻ്റെ അപ്പുറം കർത്താവ് സഹനം, എന്ത് സഹനമാവട്ടെ, കണ്ണുനീരും സഹനത്തിന്റെ അപ്പുറം കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ കണ്ണുനീരിലും സഹനങ്ങളിലും വേദനകളിലും നിന്റെ യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, അവനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ നീ മനസ്സ് കാണിക്കണം. അവൻ്റെ വചനത്തിന് മുൻപിൽ ഇരുന്ന് സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. നിന്റെ രോഗം എന്തുമാവട്ടെ, കടബാധ്യത എത്ര കോടിയാവട്ടെ, വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമാവട്ടെ, നീ പേടിക്കണ്ട. യേശു നിന്നെ തൊടും. നിന്റെ കണ്ണുനീരിന് ഒരവസാനമുണ്ട്. നിന്റെ തകർച്ചയ്ക്ക് ഒരവസാനമുണ്ട്. നിന്റെ പരാജയങ്ങൾക്ക് ഒരവസാനമുണ്ട്. നിന്റെ കണ്ണുനീരിന് വില നൽകുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.